അടക്കം വിവിധ വിഷയങ്ങൾ വിവാദമായിട്ടും പാർട്ടിയിൽ ചർച്ച ചെയ്യാത്തതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തിയ VM സുധീരന് ബജറ്റിൽ പ്രഖ്യാപിച്ച ഇളവിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകാത്തതിൽ എതിർപ്പുണ്ട്. KPCC നേതൃയോഗം വിളിക്കണമെന്ന് KC വേണുഗോപാൽ പക്ഷത്തുള്ള KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് കത്തു നൽകിയിരുന്നു. എന്നാൽ നേതൃയോഗം വിളിക്കുന്നതിൽ ഇതുവരെയും തീരുമാനമായില്ല. വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യാത്തതിൽ KC പക്ഷത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. UDF യോഗം വിളിക്കാത്തതിൽ ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ടെന്നാണ് വിവരം. ഭരണം ലഭിച്ച ശേഷം മുന്നണി യോഗം ഒരിക്കൽ മാത്രമാണ് ചേർന്നത്. അടുത്ത മുന്നണി യോഗത്തിൽ PM ശ്രീ വിഷയം അടക്കം ഉയർന്നുവരും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ വിവിധ വിവാദ വിഷയങ്ങളുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം MR ഈ അഭിലാഷിൻ്റെ കത്തനുസരിച്ചാണെങ്കിൽ അതിൽ പ്ലീഡർ നിയമനം മുതൽ വിഴിഞ്ഞം വരെ ഈ നിരവധി വിഷയങ്ങൾ, ഇതിലൊന്നും ഈ മുന്നണിക്കുള്ളിൽ ഒരു യോഗമോ ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല. KPCC അധ്യക്ഷനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലായി പോസ്റ്ററുകൾ ഉയർന്നു. അതിലും മിണ്ടാട്ടമൊന്നുമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, മൗനം തുടരുകയാണ്. കഴിഞ്ഞ മാസം 6-നാണ് അവസാനമായിട്ടൊരു യോഗം നടന്നത്. പിന്നീട് യോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് യോഗം ചേർന്നതിൽ കോൺഗ്രസിന് മുന്നിലുള്ള അല്ലെങ്കിൽ UDFന് മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്താണ്? നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം പ്രതീക്ഷിക്കാമോ? സേതു, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KPCCക്ക് ഒരു അധ്യക്ഷനില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സണ്ണി ജോസഫ് തന്നെയാണ് ആ സ്ഥാനത്ത് തുടരുന്നത്. അദ്ദേഹം പലകുറി ആവർത്തിച്ച് പറഞ്ഞതാണ് ഒന്നിലധികം പദവി വഹിക്കാൻ കഴിയില്ല, മാറാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം ആയിട്ടില്ല. ഏതാണ്ട് ഒരു ചർച്ചകളിലേക്ക് കടന്നു പറയുമ്പോൾ പോലും അതിന് ഒരു രൂപം ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള വിവാദ വിഷയങ്ങളാണ്. അതിൽ ആദ്യത്തേത് സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. അത് പിന്നീട് ബന്ധു നിയമനം എന്ന വലിയ ആക്ഷേപം ഉയരുകയും മുഖ്യമന്ത്രി ഇടപെട്ട് പിന്നോട്ട് പോവുകയും ചെയ്തു. മറ്റൊന്ന് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച KB പ്രദീപിൻ്റെ നിയമനമാണ്. അദ്ദേഹം നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസ്, അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിക്കൂട്ടിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുന്നു. ആ നിയമനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയി. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് വലിയ ചലനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. അത് പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്ത് നിന്ന് VM സുധീരൻ കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് മദ്യത്തിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോയതാണ്. അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. മറ്റൊന്ന് തീരപ്രദേശത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിക്ഷേപമാണ്. അക്കാര്യത്തിനും വലിയ പ്രതിഷേധം VM സുധീരൻ ഉയർത്തി. പിന്നീട് N ശേഷാദ്രിനാഥിന്റെ നിയമനമാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിച്ചു. PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ പരസ്യമായി രംഗത്തേക്ക് വരുന്നു, എതിർപ്പ് അറിയിക്കുന്നു. എങ്കിൽ പോലും സർക്കാർ പിന്നോട്ട് പോകുന്നില്ല, ആ നിയമനം നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ PMC അടക്കമുള്ള വിഷയങ്ങളിലും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. U-turn ഈ സർക്കാരിൽ നിന്നില്ല, സർക്കാർ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ് എന്ന സൂചനയാണ് അതുകൊണ്ട് നൽകിയത്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ KPCC അല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച ചെയ്യണം എന്നൊരു ആവശ്യം പല നേതാക്കൾക്കുമുണ്ട്. ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ കഴിഞ്ഞ സർക്കാരിനെ പോലെ LDF സർക്കാരിനെ പോലെ CPM നിയന്ത്രിക്കുന്ന AK സെന്റർ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ആയിരിക്കില്ല എന്ന ഒരു അഭിപ്രായമൊക്കെ പല നേതാക്കളും പറയുന്നതാണ്. അത് KPCCയോ മുന്നണിയോ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോകില്ല എന്നാണ് പറയുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇത്തരം വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ മുന്നണിയിൽ ചർച്ച ചെയ്യണം എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ആവശ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ MR അഭിലാഷ്. അദ്ദേഹം ഒരു കത്ത് കൊച്ചിയിൽ വെച്ച് KPCC പ്രസിഡന്റ് നൽകുന്നു. ഇക്കാര്യങ്ങൾ വിഴിഞ്ഞമടക്കമുള്ള PMC അടക്കമുള്ള മറ്റ് വിഷയങ്ങൾ വലിയ വിവാദമായി ചർച്ചയായി. ഇക്കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യണം, KPCC നേതൃയോഗം വിളിക്കണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതൊരു ഡേറ്റ് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ്. KC പക്ഷത്തുള്ള നേതാവാണ് MR അഭിലാഷ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിഴിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ പറഞ്ഞ ഒരു വാക്ക് ഏറ്റവും ശ്രദ്ധേയമാണ്. അദാനി ഒരു സൂപ്പർ ഗവൺമെന്റ് ആകേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പല വിധത്തിലുള്ള പല മാനങ്ങളുള്ള അർത്ഥങ്ങളുണ്ട്, അതിൽ ആഭ്യന്തര വിഷയങ്ങളുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ KC പക്ഷത്തിന് വലിയ എതിർപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ ദീപാദാസ് മുൻഷി ACCയുടെ ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിൽ
എന്നുള്ളതിന് ചുമതലയാണ്. അവർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ തീയതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കടുത്ത അമർഷം നേതാക്കൾക്ക് അതിപ്രകാരമുണ്ട്. എന്നാലും വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സേതു പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും ഇല്ല, അത് അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. അതും ഒരു താളം തെറ്റിയ അവസ്ഥയാണ്. അതും തീരുമാനിക്കും. എന്തായാലും ഒരുമിച്ചായിരിക്കും ഇക്കാര്യം തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതെ, ഇനിയിപ്പം ഈ തീരുമാനം എപ്പോഴാണെന്നുള്ളതിലാണ് ബിനിൽ. കാരണം തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയുന്നു, പക്ഷേ എപ്പോഴാകും ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്.